എല്ലാവരും സുഖമല്ലേ? ഇന്ന് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരം കാണിച്ചു തരാം. കിണ്ണത്തപ്പം എന്നാണ് ഇതിന് പേര്. വെല്ലവും തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് കടലപ്പരിപ്പും എല്ലാം ഇട്ടിട്ടുള്ള ഒരു നല്ല സ്നാക്കാണ്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നേ ഉള്ളൂ. വളരെ രുചിയുള്ളൊരു സ്നാക്കാണ്. വേണ്ടത് ഞാനിപ്പോൾ ഒരു 400 മില്ലിൻ്റെ 2 കാർട്ടൺ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഫ്രഷ് തേങ്ങാപ്പാലാണെങ്കിൽ അതുപോലെ തന്നെ ഒരു 800 മില്ലി തേങ്ങാപ്പാൽ എടുക്കുക. ഇപ്പോൾ ഈ ബ്രാൻഡിൽ ഓൾമോസ്റ്റ് 99% കോക്കനട്ട് ക്രീം തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങനെ വേറെ ചൊവയൊന്നുമില്ല. ഫ്രഷ് തേങ്ങാപ്പാൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്കിപ്പോൾ അതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ എളുപ്പവും ചെയ്യാൻ പറ്റും ഇങ്ങനെ കാർട്ടണിലുള്ളതാകുമ്പം. പിന്നെ ഒരു 250 ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല കറുത്ത വെല്ലമാകുമ്പം അപ്പത്തിന് നല്ല കളറുണ്ടാവും. ഇത് കുറച്ച് ലൈറ്റ് കളറായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് നമുക്ക് നല്ല നൈസ് പത്തിരിപ്പൊടിയാണ് വേണ്ടത്. മിനുസ്സുള്ള പൊടി തന്നെ വേണം. അതേത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങളെടുത്തോ. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. പിന്നെ ഒരു 10-12 കാർഡമം വേണം, അത് പൊടിച്ച് വെക്കുക. ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ, അത് ഒന്ന് മധുരം ബാലൻസ് ഔട്ട് ചെയ്യാനാണ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ്, അത് സോക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് അരിച്ചു വെക്കണം. ആദ്യം നമുക്ക് ഈ വെല്ലം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം. വല്ലാണ്ട് കട്ടി പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് അവിടുന്ന് മെൽറ്റായിക്കോട്ടെ. നമുക്കാദ്യം കാർഡമം പൊടിച്ചെടുക്കാം. ഈ കാർഡമം ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പത്തിൻ്റെ അകത്ത്. നമ്മൾ അത് പൊടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല അടി കട്ടിയുള്ളൊരു പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ആദ്യത്തെ ഒരു കാർട്ടൺ 400 മില്ലി കാർട്ടൺ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റേജിൽ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരിപ്പൊടി ഇട്ടിട്ട് അതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഈ ത്രൂ ഔട്ട് ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ട് ചെയ്യേണ്ടത്. ലോ ടു മീഡിയം ഫ്ലെയിം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ഈ പത്തിരിപ്പൊടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 800 മില്ലിയാണ് ടോട്ടൽ തേങ്ങാപ്പാൽ എടുക്കുന്നത്. ഇതിലിപ്പോൾ 400 മില്ലി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ഒരു 100 ml വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 1 ലിറ്റർ തേങ്ങാപ്പാൽ തന്നെ വേണം. ഇനി നമുക്കതിലേക്ക് ആ ഉരുക്കിയ വെല്ലം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ സ്റ്റേജിൽ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ ഈ ഹോൾ പ്രോസസ്സ് ഒരു 1-1.5 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പം ഹെൽപ്പിന് വേണമെങ്കിൽ ആരെങ്കിലും നോക്കാം, അല്ലെങ്കിൽ മെല്ലനെ നിങ്ങൾ തന്നെ ചെയ്യാം. വളരെ ചുരുങ്ങിയ ഐറ്റംസേ വേണ്ടുള്ളൂ, പക്ഷേ ഒരു ലെങ്തി പ്രോസസ്സാണ്. ഞാനിപ്പോൾ കടലപ്പരിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിറയെ കടലപ്പരിപ്പ് ഉണ്ടായാൽ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിട്ടോ. ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ തന്നെ ആ കടലപ്പരിപ്പ് കടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ പകുതി വേവിച്ചിട്ടൊന്നുമില്ല, ചൂടുവെള്ളത്തിലായിരുന്നു ഞാൻ കടലപ്പരിപ്പിനെ സോക്ക് ചെയ്തിട്ടുള്ളത്. അത് കാരണം അത് ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ 1.5 മണിക്കൂർ ഇട്ട് അത് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് വെന്തോളും. പിന്നെ ഈ സ്റ്റേജിൽ ഞാൻ കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. എന്നിട്ടിത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വിരുന്നൊക്കെ പോകുമ്പം കൊണ്ടുപോകുന്ന ഒരു മെയിൻ ഡിഷാണ് ഈ കിണ്ണത്തപ്പം. പിന്നെ കലത്തപ്പം എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്. പിന്നെ അരിയുണ്ട. ഇതൊക്കെ ഇങ്ങനെ ലാർജ് സ്കെയിലിൽ ആളെയൊക്കെ വെച്ചിട്ട് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ ഹെൽപ്പൊന്നും ഇല്ലെങ്കിൽ ചെറിയ അളവിൽ ചെയ്ത് നോക്കാൻ ഇത് നല്ലതാണ് ഈ റെസിപ്പി. തേങ്ങാപ്പാൽ പിഴിയുക അതൊന്നും മെനക്കെടാൻ പറ്റാത്തവർക്കാണ്
ഈ കാർട്ടണൊക്കെ കാർട്ടണിലുള്ള തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കാണിച്ചു തരുന്നത്. ഈ സ്റ്റേജിൽ ഞാൻ കുറച്ച് കാർഡമം ഇട്ടിട്ടുണ്ട്. ബാക്കി തേങ്ങാപ്പാൽ ഒഴിച്ചു. ഈ കട്ടയാവുന്നത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, അതൊക്കെ ഉടഞ്ഞു കിട്ടിക്കോളും. ഇപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഒരു 100 ml വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ നമുക്കൊരു 1 ലിറ്റർ തേങ്ങാപ്പാൽ തന്നെ വേണം. ഇതിൻ്റെ മെയിൻ പണി ഈ ഇളക്കുന്നത് തന്നെയാണ്. ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പക്ഷേങ്കിൽ ഈ ഇളക്കുന്നത് കുറച്ച് മെനക്കെട് തന്നെയാണ്. ഇനി കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കുറക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് മൊത്തത്തിൽ ഇട്ടാൽ മതി. കുറച്ച് ബാക്കിയുള്ള കാർഡമം പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇത് അവസാനം കുറുകി വരുമ്പം ഇതിൻ്റെ അകത്ത് തന്നെ തേങ്ങാപ്പാലിൻ്റെ നെയ്യും പിന്നെ നമ്മൾ ഇട്ട നെയ്യും ഒക്കെ ഉരുകി വരും. ഓരോ സ്റ്റേജിലും നമുക്ക് തോന്നും റെഡി ആയിട്ടുണ്ടെന്ന്, പക്ഷെ ആയിട്ടില്ല. അത് റെഡി ആയോ എന്ന് അറിയാനുള്ള ട്രിക്ക് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് ലാസ്റ്റിലുള്ള നെയ്യും കൂടെ ആഡ് ചെയ്തു. പറഞ്ഞ പോലെ കടലപ്പരിപ്പ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്തോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് ഇട്ടിട്ടുള്ളൂ. ഇത് അവിടുന്ന് സെറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു ടിന്നിൽ നെയ്യോ എണ്ണയോ പുരട്ടിയിട്ട് വെക്കണം. കാരണം ചൂടോടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇതിന് നമ്മൾ പിന്നെ സ്റ്റീം കുക്ക് ചെയ്യൊന്നുമില്ല. ഈ കുക്കിംഗ് പ്രോസസ്സ് തന്നെ ഉള്ളൂ. ലാസ്റ്റ് അത് റെഡി ആയി കഴിയുമ്പം നമുക്കതിനെ ഈ ടിന്നിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് സെറ്റാക്കുക ചെയ്യുക, കൂളാവുന്നവരെ. ഇത് കണ്ടില്ലേ, പാനിന്ന് ഇളകി വരുന്നത്, പക്ഷെ ഒട്ടുന്നുണ്ട് സ്പൂണിൻ്റെ മേലെ. അപ്പോൾ റെഡി ആയിട്ടില്ല എന്നർത്ഥം. ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ സ്പൂൺ ഒട്ടാണ്ട് നീറ്റായിട്ട് വരണം. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേജായത്. എണ്ണയും നെയ്യൊക്കെ ഇളകി വരുന്നത് കാണാം. ബബിൾ ചെയ്യുന്ന കണ്ടില്ലേ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്കൊരു അരമണിക്കൂറോളം ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് എണ്ണയും നെയ്യും ഉണ്ടാവും. അത് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഊറ്റിക്കളയാം. അല്ല അത് വെക്കണം എന്നുള്ളവർക്ക് അതും ചെയ്യാം. ഇതിപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ചെക്ക് ചെയ്യാണ് ഞാൻ. ആയിട്ടില്ല. ഇത് കറുത്ത വെല്ലത്തോണ്ട് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. കിണ്ണത്തപ്പം നല്ല ഡാർക്ക് കളറായിരിക്കും. ഇനി ഒരു 1/4 മണിക്കൂറും കൂടെ ഇളക്കിയെടുക്കാം നമുക്ക്. ഇളകി വരുന്നത് ഇത് ഉരുളിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ടാവും. ഞാനിതിപ്പം നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കഴിയുന്നതും അടി കട്ടിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പം നോക്ക്, സ്പൂണ് നല്ല സ്മൂത്തായിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുമുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ട്രേയിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ ഇടാം. കുറേ നെയ്യുണ്ട്, അത് വേണ്ടെങ്കിൽ അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞ് നല്ലോണം അമർത്തി ടൈറ്റായിട്ട് പാക്ക് ചെയ്യുക. അമർത്തി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രൂവ്സ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ചെയ്തതിൽ കുറച്ച് ടൈറ്റാക്കിയത് കുറവുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ഫ്ലിപ്പ് ചെയ്തപ്പം കുറച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ലൈൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഉണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 1-2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നല്ല കൂളാവും. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതൊന്ന് കൂളായിക്കോട്ടെ. ഇതിനോട് അടച്ചു വെച്ചിട്ടുണ്ട്.
നെറ്റിനെ കൊണ്ട് അടച്ചു വെച്ചിട്ടുള്ളത്. സ്റ്റീമൊക്കെ പോയിക്കോട്ടെ. ഇതാ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.